ബ്രോ ജിൻഡോ പറഞ്ഞപ്പോ നന്നായിട്ട് കരഞ്ഞായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അതെനിക്ക് വിഷമമായിരുന്നു ജിൻഡോ ചേട്ടൻ. അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേയേഴ്സ്. നമ്മളെല്ലാവരും പ്രണയമൊന്നും അല്ല ചേട്ടാ, അത് അതിനെ കുറിച്ച് പറയാറായിട്ടില്ല. അല്ല എങ്കിലും ചേട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ. വണ്ടി ഇടാൻ പറ്റിയോടെ ഒന്ന് മാറി വണ്ടി കയറാ പ്ലീസ്. ചേട്ടാ ഞാൻ വേറൊരു ദിവസം എല്ലാവരും വന്ന് സംസാരിക്കാം. ഇന്നിപ്പോ കുറച്ച് ടയേർഡാ, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് 100 ദിവസം നിന്ന് കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതായതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷെ എല്ലാം പ്രേക്ഷക വിധിപ്രകാരമല്ലേ, അപ്പൊ നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇല്ല, റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എന്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ വരുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോ കാണാം. താങ്ക് യു സോ മച്ച്. ഒരു റീഎൻട്രി ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് തോന്നാനുള്ള അവർ കയറ്റും. ഇത്രയും നാള് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സ്നേഹിച്ചതിനും കൂടെ വന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ എല്ലാവരും വന്നതിൽ നല്ല സന്തോഷമുണ്ട്, കാണാൻ പറ്റിയതിലും. നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിന്റെ അകത്ത് പോയി കഷ്ടപ്പെട്ടതും. നിങ്ങളുടെ ഈ ഒരു ജനപിന്തുണയും സ്നേഹവും എല്ലാത്തിനും വേണ്ടി തന്നെയാണ്. നിങ്ങൾ വന്നതിലും വെയിറ്റ് ചെയ്തതിലും ഇത് എടുക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സ്വപ്നം കണ്ടത് തന്നെയാണ് നിങ്ങൾ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. ഇന്നലെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കില് ഓട്ടത്തിലും പരിപാടികളിലായിരുന്നു. അതിന്റെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സോറി. വിളിക്കാം. ശരി മതി. വണ്ടി പയ്യ എന്തെങ്കിലും പറ്റും. പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഗൈസ്. ഓക്കെ ബൈ. അത് ചെയ്തതിന് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ആയിട്ട് എടുത്തൊരു ഡിസിഷന്റെ പുറത്താണ് ഇതിൽ ഞാൻ വന്നതും ഈ ഒരു റിസ്ക് എലമെന്റ് വന്നതും. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ജാസ്മിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടാണ് പുറത്താക്കിയത്. അല്ല ഒരിക്കലും അല്ല. അത് പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് പുറത്ത് നെഗറ്റീവായിട്ട് തോന്നിയിട്ട് ആണ് പുറത്താക്കിയത്. അല്ല എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച്. ഞാൻ അത് ഫോൺ ചെക്ക് ചെയ്താലേ എനിക്ക് അറിയുള്ളൂ. ഞാൻ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. ഇപ്പൊ ഞാൻ പോട്ടെ പ്ലീസ്. താങ്ക് യു സോ മച്ച്.